പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മക്കളെ, ഇന്ന് ജനുവരി 18 ശനിയാഴ്ച. എല്ലാവർക്കും പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥത്തിൽ കൃപാസനത്തിൽ നിന്ന് സ്നേഹവന്ദനം. കൃപാസനത്തിലാണ് അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട തറയിൽ നിന്നാണ് ഈ സ്നേഹവന്ദനം ലഭിക്കുന്നത്. ദുരന്തമുണ്ടാകാൻ പോണത് പ്രാർത്ഥിക്കണമെന്ന് അമ്മ പറഞ്ഞത്. നമ്മൾ ഇന്ന് വരെ മുടങ്ങാതെ 10,000 പ്രാർത്ഥിക്കുകയാണ്. അവൻ്റെ ശക്തിയിലാണ് നിങ്ങൾക്ക് ഈ ആശീർവാദം ലഭിക്കണമെന്ന് ഓർക്കണം. കർത്താവേ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം മക്കളെ. ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ 20 വർഷം കഴിഞ്ഞ 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിന് അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇപ്പോൾ നിയോഗം പറയുക. ഇന്നത്തെ നിയോഗം, അതായത് ജനുവരി 18 ശനിയാഴ്ചത്തെ നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ അമ്മേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമുക്ക് ഇന്നത്തെ പ്രാർത്ഥനയിലേക്ക് വരാം. ഓരോ ദിവസവും ഇങ്ങനെ ഒരു പ്രാർത്ഥന കിട്ടണത്, പ്രഭാതത്തിൽ കിട്ടണത് എന്തൊരു സന്തോഷമാണ്. നമ്മുടെ ഈ കാലം ഒരു കെട്ടകാലമാണെന്ന് വേണേൽ പറയാം. കാരണം ദൈവത്തിന് മറന്ന് ജീവിക്കുന്നവരുടെ എണ്ണവും പാപികൾ തന്നെ ആക്കത്തൂക്കമുള്ള പാപങ്ങളുള്ള സംഭാരം രൂപത്ത് കൂടിയാണ് വരുന്നത്. വേസ്റ്റ് കൂടുന്ന പോലെ പാപം കൂടുന്നൊരു കാലമാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ആധ്യാത്മികത ഉള്ളവർ അതുപോലെ ശക്തന്മാരായിരിക്കണം. അപ്പം അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും കൃപയിൽ വളരാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒത്തിരി പേര് ഇത് ഷെയർ ചെയ്യുന്നുണ്ട്. ഒത്തിരി പേര് ഈ അന്ന് വേണ്ട ആഹാരം എന്ന പ്രോഗ്രാം സ്റ്റാറ്റസ് ഇടുന്നുണ്ട്. അവരെല്ലാ അച്ഛനും ഓർത്ത് കുർബാനയെ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും നിങ്ങളുടെ എല്ലാ സമയത്തും ഒരു നിഴൽ പോലെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഉണ്ടാകും. കാര്യം നിങ്ങൾ അമ്മയുടെ വലിയ പ്രേക്ഷിതരാണ്, എന്ന് വെച്ചാൽ യേശുവിൻ്റെ പ്രേക്ഷിതരെ. എൻ്റെ കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. അങ്ങയുടെ മക്കൾ ഒത്തിരി പേര് ഇത് ഷെയർ ചെയ്യുന്നവരുണ്ട്, സ്റ്റാറ്റസ് ഇടുന്നവരുണ്ട്,
അത് മറ്റുള്ളവരത് അറിയാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്നവരുണ്ട്. അങ്ങനെ എല്ലാ പ്രേക്ഷിതരെയും അമ്മേ ഇപ്പോൾ ആശീർവദിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇത് പ്രോഗ്രാം കാണാൻ വേണ്ടി ഒരു സ്മാർട്ട് ഫോൺ ഇല്ലാതെ വിഷമിക്കുന്നവരുണ്ട്. വീട്ടിലുള്ള സ്മാർട്ട് ഫോൺ കൊണ്ട് പിള്ളേർ കൊണ്ടുപോയി അവരുടെ കളി കാര്യങ്ങളൊക്കെ നടക്കുന്നവരുണ്ട്. അതുപോലെ അമ്മമാർ ഒരു നല്ല ശുശ്രൂഷ കൂടാൻ പറ്റണില്ല എന്ന് വേദനിക്കുന്നവരുണ്ട്. അവർക്കെല്ലാം ആവശ്യത്തിന് സമ്പത്ത് കിട്ടി ആവശ്യത്തിന് നല്ല ഫോണുകൾ വാങ്ങിക്കാനും ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വാങ്ങിക്കാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കാര്യം പുതിയ കാലത്ത് കർത്താവ് വളരാൻ നമുക്ക് ദൈവം ഒത്തിരിയേറെ മാർഗങ്ങൾ തന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ മാർഗം നിങ്ങൾക്കത് കിട്ടാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണത്. കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിൽ സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവ് നിൻ്റെ പരിശുദ്ധാത്മാവ് അടിയങ്ങളെ പങ്കാളികളാക്കണം. കർത്താവ് നിൻ്റെ കുരിശിൻ്റെ വേലകൾ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രതിഫലിപ്പിക്കുവാനും അത് കൈമാറുവാനും കർത്താവ് നിൻ്റെ കുരിശിൻ്റെ മരണം ജീവിതത്തിൽ പ്രഖ്യാപിക്കുവാനും അതുവഴി ഉയർപ്പിൻ്റെ മഹിമ പ്രാപിക്കുവാനും അങ്ങനെ മക്കളെ ഓരോ ദിവസവും നീ ആശീർവദിക്കണം. വചനത്താൽ നിറക്കണം, പ്രാർത്ഥനയാൽ അങ്ങ് ഒരുക്കണം, ഉത്സാഹഭരിതരായി കർത്താവിന് വേണ്ടി തളർച്ചയില്ലാതെ പടവെട്ടുന്ന സുവിശേഷ പോരാളികളാകാൻ കർത്താവ് നിങ്ങളെ അഭിഷേകം ചെയ്യട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. പരിശുദ്ധ അമ്മ കന്യാസി മറിയത്തിൻ്റെ മാധ്യസ്ഥ നിങ്ങളെ ആശീർവദിക്കുന്നു. തിരുകൃപത്തെ മാധ്യസ്ഥ വിശ്വാസ പിതാവിൻ്റെയും സെബസ്ത്യാനോസിൻ്റെയും മാധ്യസ്ഥ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ വഴികളിൽ കർത്താവിൻ്റെ തണൽ വിരിക്കട്ടെ. നിങ്ങളുടെ മേഘസ്തംഭമായി നിങ്ങളുടെ യാത്രാ വഴികളിൽ നിങ്ങൾക്ക് കർത്താവ് തണൽ വിരിക്കട്ടെ. നിങ്ങളുടെ രാത്രികളിൽ ദീപസ്തംഭമായി കർത്താവ് നിങ്ങൾക്ക് വെളിച്ചം പകരട്ടെ. കർത്താവ് വെളിച്ചം കാണാതിരിക്കുന്നവരുണ്ട്. ചില കാര്യങ്ങൾ വിദ്യാഭ്യാസം വെളിച്ചം കാണാത്തവരുണ്ട്. ചിലർക്ക് ആരോഗ്യത്തിന് വെളിച്ചം കാണാത്തവരുണ്ട്. സമ്പത്തിന് വെളിച്ചം കാണാത്തവരുണ്ട്. ഒരു വീട്, ഒരു വിവാഹം, അതുപോലെ തന്നെ ഒരു കുഞ്ഞ്, അതുപോലെ ഒരു സമാധാനമായ ജീവിതം, ഒരു ജീവിത പങ്കാളി, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും വെളിച്ചം കാണാത്തവരുടെ കർത്താവ് കണ്ണുനീരോടെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ പൗരോഹിത്യം അങ്ങയുടെ തിരുസന്നിധി സമ്പർവാത്മന സമർപ്പിച്ചുകൊണ്ട് പൂർവാധികം കൃപയോടുകൂടെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി പരവേൽപ്പിക്കപ്പെട്ട അങ്ങയുടെ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നീ നിൻ്റെ അവകാശവും ഓഹരിമായ തിരുസഭയോടും അതിൽ വിശ്വസിച്ച് വളരുന്ന കുഞ്ഞുങ്ങളോടും ആരെല്ലാം കർത്താവ് നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ക്രൈസ്റ്റ് ഹോണറിങ്ങായിട്ട് ജീവിക്കുന്നുണ്ട്. യേശുക്രിസ്തു നാമത്തിൽ ബഹുമാനാർത്ഥം തങ്ങളുടെ ജീവിതത്തിൽ ഏത് മതത്തിൽപ്പെട്ടവനായി ജീവിക്കുന്നുണ്ടോ അവനെല്ലാം നീ ആശീർവദിക്കണം. അവൻ്റെ ജീവിതത്തിലെല്ലാം നീ താങ്ങണം. മറ്റുള്ളവരെക്കാൾ അവർ ഒട്ടും കുറവല്ലെന്നും അവരുടെ വീഴ്ചയിൽ താങ്ങുന്നൊരു ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം അങ്ങയുടെ മക്കൾക്ക് നൽകാൻ ആവശ്യമായ അനുഭവങ്ങളാൽ അങ്ങനെ മക്കളെ നീ അഭിഷേകം ചെയ്യണം. കർത്താവ്, എല്ലാ ജനതകളെ അതിശയിപ്പിക്കുന്ന അനുഗ്രഹത്താൽ അങ്ങയുടെ മക്കളെ നീ അഭിഷേകം ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികളിൽ നിങ്ങളുടെ കഴിവിനേക്കാളുപരി ദൈവത്തിൻ്റെ ദൂതൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയും ദൈവത്തിൻ്റെ അമ്മ പരിശുദ്ധ അമ്മ ദേവമാതാവ് ഏത് കുരിശിൻ്റെ ചുവട്ടിൽ പോലും നിന്ന അമ്മമാതാവിൻ്റെ മാധ്യസ്ഥം നിങ്ങളുടെ എല്ലാ മണ്ഡലങ്ങളിലും പ്രതിസന്ധിയുടെ മണ്ഡലങ്ങളിൽ അതിജീവനത്തിൻ്റെ മണ്ഡലങ്ങളിൽ എല്ലാ അമ്മ നിറഞ്ഞു നിൽക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ കൃപാസന അൾത്താറെ നടന്ന 10,000 ആരാധശക്തിയാൽ എൻ്റെ ദൈവപൈതലെ ഇന്ന് ജനുവരി 18-ാം തീയതി ഞാൻ നിങ്ങളെ ഈ ശനിയാഴ്ച അമ്മമാതാവിൻ്റെ ദിവസം അമ്മമാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ യേശുനാമത്തിൽ ആശീർവദിക്കുന്നു. ഈ ആശീർവാദം നിങ്ങളുടെ ചുണ്ടിലും ചങ്കിലുമൊക്കെ നിറഞ്ഞു നിൽക്കട്ടെ. ഹൃദയത്തിൽ അത് നീ ഉറങ്ങുന്നത് വരെ ഒരു മുദ്രയെ പതിയട്ടെ. Lord, infuse your spirit of power and grace. Thank you, Jesus. Okay, let us come to the point. നമ്മളിന്ന് കാണാൻ പോകുന്ന വചനങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവർ, ഒരു കാര്യം ഞാൻ പറയാം. ഈ ദൈവത്തിൽ വസിക്കുന്നവർക്ക് ഭയങ്കര കുന്തളിപ്പായിരിക്കും. കുന്തളിപ്പ് മോശം വാക്കൊന്നുമല്ല, അത്ര മോശം വാക്കല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അനുചിതമായ ഉത്സാഹത്തിനാണ് കുന്തളിപ്പെന്ന് പറയണത്. എന്നാൽ തന്നെയും നമുക്കൊരു വല്ലാത്ത ഉത്സാഹമുണ്ട്. എന്ന് വെച്ചാൽ ഓരോ ദിവസവും പുതിയ പുതിയ ദൈവാനുഭവങ്ങൾ വചനത്തിലൂടെയാണെങ്കിലും
അതുപോലെ തന്നെ സ്വപ്നത്തിലൂടെയാണെങ്കിലും ദർശനത്തിലൂടെയാണെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ആ പ്രാർത്ഥന കേട്ടതിനെക്കുറിച്ചായാലും നമുക്ക് പുതിയ പുതിയ ദൈവാനുഭവങ്ങൾ ഓരോ ദിവസം കിട്ടണം. അങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. കാര്യം ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഈ വിലാപങ്ങളുടെ പുസ്തകമില്ലേ 3:22 വായിച്ച് 22-23. കർത്താവിന്റെ സ്നേഹം കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. ഇപ്പം ഇതെന്താണ് ഒരു പ്രശ്നം എന്നറിയാമോ? അതായത് കർത്താവിൻ്റെ സ്നേഹം ഓരോ ദിവസവും പുതിയതാണ്. അതുകൊണ്ട് തന്നെ നാം ആ സ്നേഹം പ്രതിഫലിക്കുന്ന നമ്മുടെ ജീവിതവും ഓരോ ദിവസവും പുതിയ ജീവിതമാണ്. നമുക്കൊരു മടുപ്പില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ അഭിഷേകത്തിൻ്റെ ഏറ്റവും വലിയ വിഷയം, ലോകത്തിലുള്ള ഏറ്റവും വലിയ കുഴപ്പമെന്നറിയാമോ? ലോകത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും മിഠായി തിന്നാലും മടുക്കും, അല്ലേ? നമ്മൾ ചോറുണ്ടായാലും മടുക്കും, ഒരു ഡ്രസ്സ് ഇട്ടാൽ മടുക്കും, അല്ല? എല്ലാം ഒരു ചെരുപ്പിട്ടാൽ കുറച്ച് മടുക്കും, ഊരിയിട്ട് വേറെ ചെരുപ്പിട്ടുണ്ട് പോകും. അപ്പോൾ ഈ ലോകത്തെ എല്ലാം മടുക്കാത്ത ഒന്ന് എന്താണ്? അനുഗ്രഹത്തിൻ്റെ കുഴപ്പമില്ല, അത് ഇടയ്ക്കിടയ്ക്ക് മടുത്തോണ്ടിരിക്കും. അത് കൂടിപ്പോയാൽ അത് മടുക്കും. പക്ഷെ കൃപ മടുക്കത്തില്ല. അതെല്ലാ ദിവസവും പുതിയ പുതിയ എക്സ്പീരിയൻസ് തന്നുകൊണ്ടിരിക്കും, പുതിയ ജീവിത സാധ്യതകൾ തന്നുകൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് എൻ്റെ മക്കളെ എപ്പോഴും ഒരു അടയാളം വേണ്ടി, അതായത് ദൈവ സാന്നിധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നുള്ള ബോധ്യം നമ്മുടെ ആത്മാവിനെ പഠിപ്പിക്കാൻ എപ്പോഴും കർത്താവിനോട് പുതിയ പാഠങ്ങൾ പറയണം. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഇന്നത്തെ വിഷയം എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഭൗതികമായ വിഷയത്തിൽ മാത്രം ആശ്രയിക്കരുത്. ദൈവം കൂടി നിങ്ങളുടെ വിഷയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാകണം. ഞാൻ ആൾക്കാരോട് പറയുവേ, നിങ്ങൾ ഉടമ്പടി വെച്ചിരിക്കുന്നത് വിഷയമല്ല വിഷയം, ഉടമ്പടിയാണ് വിഷയം. ഉടമ്പടി വെച്ചിരിക്കുന്നത് വിഷയമല്ല വിഷയം, ഉടമ്പടിയാണ് വിഷയം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ദൈവവുമായിട്ട് നടക്കണ ആ ഉടമ്പടിയാണ് വിഷയം, അല്ലാതെ ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയമല്ല. അപ്പോൾ ഉടമ്പടി നമ്മൾ ദൈവമായിട്ട് വെച്ചിരിക്കുന്ന ഉടമ്പടി നമ്മൾ വിശ്വസ്തയോടെ നിൽക്കുമ്പോൾ അതാണ് വിഷയം. അത് വിശ്വസ്ത പാലിച്ചു പോകണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ദൈവം 10 ഇരട്ടി വിശ്വസ്തയോടുകൂടി നമ്മൾ പെരുമാറും. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ പൈതലാണ്. ഒന്നിനും കൂസത്തില്ല, ഒന്നും മടുക്കത്തില്ല. എന്ത് വന്നാലും എൻ്റെ ദൈവം നോക്കിക്കൊള്ളൂ എന്നുള്ള എത്ര പേരങ്ങനെ സാക്ഷ്യമാണെന്ന് അറിയാമോ? എന്ത് വന്നാൽ എന്ത്, ദൈവം നോക്കിക്കൊള്ളും എന്ന് പറയാൻ. ദൈവം നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല ധൈര്യമാണ് ഉള്ളിൽ നിന്ന്, ആത്മശക്തിയാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ദൈവം നോക്കണുണ്ട്, ദൈവം നോക്കിക്കൊള്ളുമെന്ന് നമ്മൾ അങ്ങനെ 200% കലോറിൽ അങ്ങോട്ട് വിശ്വസിച്ച് കഴിഞ്ഞാണ്ടല്ല, പിന്നെ ദൈവത്തെ നോക്കാതിരിക്കാൻ പറ്റുമോ? അതാണ്. അതൊക്കെ ദൈവം നോക്കുള്ളൂ എന്ന് പറയുമ്പോൾ ആ ദൈവത്തിൽ അത്രയും സ്നേഹമുണ്ട്, ദൈവത്തിന് വേണ്ടി അത്ര ജീവിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ദൈവത്തിനെ നോക്കാതെ എവിടെ പോകാനാണ്? ആ ഉറപ്പവർക്കുണ്ട്. പിന്നെ പറഞ്ഞില്ലേ, അവനൊന്നും സംഭവിച്ചിട്ടില്ല, ഞാൻ അവന് വേണ്ടി ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന് പറയും. അവനൊന്നും സംഭവിക്കത്തില്ല, വണ്ടി ഇടിച്ചിട്ടാണ് കേസ്. അത് കേൾക്കുക, ആ വാർത്തയൊക്കെ പറയണേ, അവന് എൻ്റെ ആങ്ങളല്ലേ, അവനൊന്നും സംഭവിക്കത്തില്ല, അവന് വേണ്ടിയാണ് ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന്. അവർക്ക് എന്തൊരു വിശ്വാസമാണ് അതിൻ്റെ അകത്ത്. അത് അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും. വിശ്വാസത്തിന് നിലവാരം വർദ്ധിക്കുന്നതും ഒരു അത്ഭുതമാണ്. പ്രത്യാശയുടെ നിലവാരം വർദ്ധിക്കുന്നതും ഒരു അത്ഭുതമാണ്. ദൈവസ്നേഹത്തിൻ്റെ നിലവാരം വർദ്ധിക്കുന്നതും ഒരു അത്ഭുതമാണ്. കാരണം എന്താണ്? ഓരോ ദിവസവും അത്ഭുതങ്ങൾ കടന്നു പോകാൻ കാരണം എന്താണ്? ഓരോ ദിവസവും ദൈവത്തിൻ്റെ സ്നേഹം പുതിയതാണ്. അങ്ങനെ ഓരോ ദിവസവും പുതിയതാകും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പുതിയ അനുഭവം ഇന്നത്തെ ദിവസം നിനക്ക് ലഭിക്കാൻ വേണ്ടി നിൻ്റെ ബുദ്ധി, ശക്തി, മനസ്സ്, ആത്മാവ് എല്ലാം കർത്താവിൻ്റെ തിരുമുറുവാർന്ന് വലത്ത് കരുത്താൽ ആശീർവദിക്കപ്പെടട്ടെ. ദൈവം ഇന്നത്തെ ദിവസം നിനക്ക് അനുഗ്രഹമാക്കി മാറ്റട്ടെ. ലോർഡ് ഇൻക്രീസ് യുവർ പവർ ആൻഡ് ഗ്രേസ്.